ഒറ്റ മൈൻഡിൽ തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് തന്നെ വലിയ സജ്ജീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ തന്നെ മിററില്ലാത്ത ബൈക്കിൽ 2 മിററും കയറ്റി ഡെക്കാത്ലോണിൽ പോയി ടെന്റും സ്ലീപ്പിംഗ് ബാഗും അങ്ങോട്ട് വാങ്ങി. രാത്രി വീട്ടിലെത്തിയപ്പോൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തും നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റക്ക് പോകാന്നുള്ള മൈൻഡൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങിയിട്ടാ. ഫോൺ എടുത്തു, ഒന്ന് വിളിച്ചു. എല്ലാവർക്കും കാണും ഒറ്റ വിളിയിൽ തന്നെ എങ്ങടാന്ന് പോലും ചോദിക്കാതെ ഇറങ്ങി വരുന്നൊരു കൂട്ടുകാരൻ. രാവിലെ തന്നെ ട്രെയിനും കയറി ആളെത്തിയിട്ടാ. വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ പോയതാ. അവന്റെ ലഗേജ് കണ്ടപ്പോൾ മനസ്സിലായി ഇത്ര ലഗേജ് ഒന്നും നമ്മുടെ ബൈക്ക് കയറൂലെന്ന്. നേരെ തൊട്ടടുത്തുള്ള റെഡിച്ച് കയറി ഒരു ബാഗും അങ്ങോട്ട് വാങ്ങി തുടങ്ങിയപ്പോ സാധനത്തിന്റെ എണ്ണവും കൂടി പൈസയുടെ അക്കവും കൂടി. പോകേണ്ട റൂട്ടോ, എവിടെ താമസിക്കണമെന്നോ, എത്ര ദിവസം കൊണ്ട് അവിടെ എത്തുന്നോ, ഒരു ദിവസം എത്ര കിലോമീറ്റർ കവർ ചെയ്യണമെന്നോ, എത്ര രൂപ ചെലവ് വരുന്നോ ഒന്നും തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതുകൊണ്ട് തന്നെ മടുക്കോളം കവറാക്കാന്ന് വിചാരിച്ച് ഓട്ടം തുടങ്ങി. 298 കിലോമീറ്റർ ഓടി കണ്ണൂരെത്തി. കണ്ട തട്ടുകടയിൽ നല്ല കല്ലുമ്മക്കായ വേറെന്താണ്ടൊക്കെ കഴിച്ച് യാത്ര തുടങ്ങി. കണ്ടപ്പോ രസം തോന്നിയ ഏതോ ഒരു റേഷൻ കടയുടെ മുന്നിൽ ടെന്റ് അടിക്കാന്നൊക്കെ വിചാരിച്ച് പരിപാടികൾ തുടങ്ങിയിട്ട. കെട്ടിയ ലഗേജ് അയക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇടങ്ങേറ്. അങ്ങനെ ഒരു വിധത്തിൽ അതും ഇറക്കി ടെന്റും സെറ്റ് ചെയ്ത് തൂങ്ങി തുടങ്ങി. അപ്പൊ ബാക്കി നാളെ.